ഭംഗിയായിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരും. ഒരു വെയിറ്റ് കുറവുള്ള ആളുകളാണ് നമ്മൾ കൃത്യം പൊക്കി വിടാം. ഒരാളോട് വരികയാണെങ്കിൽ അദ്ദേഹം ഫയർമാൻസ് ചേർന്നോട്ട് ഇട്ട് കഴിഞ്ഞു. ആരെങ്കിലും ഒരാളോട് വരാം. ഒരു ഫുൾ ബോഡി ആകുമ്പോൾ നമ്മൾ ചിലപ്പം ഒരു നദിക്ക് അക്കരയാണെങ്കിലും കടത്തി. പ്ലീസ് സി ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറയുന്നത് ഇതിന് രണ്ട് ഗുണമുണ്ട്. അതായത് ഈ കയറിന്റെ അറ്റത്തിൽ ഇങ്ങനെ കെട്ടിടുന്നവരായിട്ട് ഇതിങ്ങനെ കറക്കിയിട്ട് ഒരു ദൂരേക്ക് അല്പം വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കയറാണെങ്കിലും അതിന്റെ അറ്റത്ത് ചെറിയൊരു ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റ് കിട്ടുന്നതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത് പിടിക്കാമോ? എനിക്കറിയാം ഇതില് സിവിൽ ഡിഫൻസിലുള്ള കുറെ ആളുകളുണ്ട്, അതുപോലെ തന്നെ ആപത്പത്രകളുണ്ട്, പക്ഷെ അതല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ കാണിക്കുക, പറയുക, ചെയ്യുക എന്നുള്ള ക്വിക്ക് ആൻഡ് എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളത്. എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ എഴുതിയിട്ട് കൊടുക്കുന്ന ആളുടെ ഒരു കെട്ടുണ്ടെങ്കിൽ അയാൾ പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ സൂത്രം. ഇങ്ങനെ നമ്മൾ കയറ് കെട്ടി കഴിഞ്ഞിട്ട് ഇത് പുള്ളി ഇടാം. മറ്റേ പുള്ളിയാകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഏത് കേട്ടോ, ഒരു ക്യാബ് ഇതിലാണ് മുമ്പേ കണ്ടുപോലെ നല്ല അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ പോലെ ആളുടെ അക്കരയ്ക്ക് കടത്തി വരുമ്പോൾ ഡിറ്റാച്ച് ചെയ്ത് ഇതൊക്കെ 10-800 കിലോ വരെ വെയിറ്റ് താങ്ങുന്ന സുഖമാണ്. ഇതെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എല്ലാം ഇമ്മീഡിയറ്റ് ആയിരിക്കും. ആ ഗോൾഡൻ മൂവ്മെന്റ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷൻ ഡിവൈസാണ്. ചവിട്ടിയാണെങ്കിലും താഴെയാണെങ്കിലും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറയുന്നത്. എട്ടിന്റെ പണിയല്ല, ഫിഗർ ഓഫ് എയ്റ്റ് അല്ലേ. ഒന്നെങ്കിൽ അവിടുത്തെ എയറിന്റെ പ്രശ്നം കൊണ്ട് അല്ലെ പാമ്പ് അടിക്കാം, കണ്ണടിക്കാം, വാട്ടവറൊക്കെ. അപ്പൊ അത് നോക്കിയിട്ട് ഒരു 5 സെക്കൻഡെങ്കിലും നോക്കിയിട്ട് എന്താണ് സിറ്റുവേഷൻ, നമുക്ക് സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ നോക്കിയിട്ട് മാത്രമാണ് ഒരു കാര്യം. അപ്പൊ അവനവന്റെ സേഫ്റ്റിക്ക് ബേസിക്കലി ചെയ്യുക ഒരു ക്ലോവിച്ച് എന്ന് പറയുന്ന കെട്ടിട്ടിട്ടാണ്. അതെങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം കാണിച്ചത്. അതെ, ഒരു ചെറിയ ലൂപ്പ് അതിനകത്തൂടെ മുകളിലേക്ക് വരും, തിരിച്ച് ഇത്. പിന്നെ അത് പുറകോട്ട് കഴിയില്ല, മുമ്പോട്ട് കഴിയില്ല, ആ കെട്ടിയ പൊസിഷൻ നിൽക്കും. കാരണം അല്ലെങ്കിൽ അവര് കൂടുതൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകില്ല. പിന്നെ പുറകോട്ട് പോവുകയില്ല, മുമ്പോട്ടും പോകില്ല. അതാണ് ക്ലോവിച്ച് എന്ന് പറയുന്ന കെട്ടിന്റെ പ്രത്യേകത. പഠിക്കണം, പക്ഷെ ആ കയറ് വലിക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ താഴെ കളയും. സത്യത്തിൽ ചില കള്ളന്മാർ യൂസ് ചെയ്യാറുണ്ട് കെട്ടിടത്തിന്റെ മുകളിൽ ഇറങ്ങാൻ. തിരിച്ച് ഒന്നുകൂടെ കാണേ ആ കൈ തിരിച്ചു കയറുന്നത്.
പിടിച്ചു കഴിയുമ്പോൾ കയർ ഭയങ്കരമായിട്ട് ചൂടാവും, നമ്മുടെ കൈ പൊളിപ്പോവും. അതിന് യൂസ് ചെയ്യുന്ന സാധനമാണ് മിറ്റൻസ്, തൂങ്ങി ഇറങ്ങാൻ വേണ്ടി. ഈ സാധനത്തിന് ഒരു വിരലുണ്ട്, ഗ്ലൗസിന് 5 വിരലുകളാണ്. ഇതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത സാധനം കൊണ്ടുപോകാൻ എങ്ങോട്ട് വേണമെങ്കിലും കാര്യം ചെയ്തോണ്ട് പോകാം. അതേപോലെ നമ്മുടെ റിവർ ക്രോസിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ ഇതിന്റെ ഹുക്ക് കിട്ടാൻ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളിന് സ്വയമേ ആണെങ്കിലും പോകാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിലും കൊണ്ടുപോകാം. ബോധം കെട്ടോ അല്ലാതെ നിലയിലുള്ള ആളുകളെ ഈ രൂപത്തിൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് മാറ്റാൻ പറ്റും. ആ ബോഡിയുണ്ട്, ഫുൾ ബോഡി ആക്കുന്നുണ്ട്. അതാണ് ഷോൾഡറിൽ വരിക. ഫസ്റ്റ് ഇടുന്ന ഇത് കഴിഞ്ഞാൽ താഴെ കൂടെ പേരുണ്ട്. ഇതാണ് താഴെ വരുന്ന ഭാഗം. ഇതാണ് ഷോൾഡർ. ഇത് 2 പാട് കണ്ടില്ലേ? പ്രത്യേകം പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം ഇതിന്റെ സ്റ്റിക്ക് മോഡ് ഏതാണ് താഴെയാണ് ഏതാണെന്ന് പെട്ടെന്ന് ഒരാൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ വല്ലാണ്ട് സമയം പോകും. അത് ഞങ്ങൾ പറയുന്നത് വളരെ ക്വിക്കായിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഈ പ്രവർത്തനത്തില് ഈ രംഗത്തുള്ളവരാണ്. ഓരോ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല ആദ്യം കാണിക്കുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എടുക്കും. ഇതാണ് ഈ കുട്ടികൾ ഇവരെല്ലാവരും ചെയ്യുന്നു. അവർക്കത് പ്രത്യേകിച്ച് അറിയാം ഏതെപ്പോൾ വേണമെന്ന്. ആദ്യം കാണിച്ചിട്ടായിരിക്കും പറയാം. അല്ലെങ്കിൽ ഓരോ സമയത്ത് പ്രത്യേകതകൾ അനുസരിച്ചായിരിക്കും ഓരോ സാധനങ്ങൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ